യേശുവിനെ പൗലോസ് കണ്ടുമുട്ടി എന്ന് പറയുന്ന അവകാശവാദം വെറും പൊള്ളയായ ഒന്നല്ലേ? 2, ക്രിസ്ത്യാനിയെ തകർക്കാൻ വേണ്ടി പൗലോസ് എല്ലാ കഥ പറഞ്ഞ് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയതല്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. 2, അപ്പോസ്തല പ്രവൃത്തി 9:7 പറയുന്നു: അവനോട് കൂടി പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു. 3, അപ്പോസ്തല പ്രവൃത്തി 22:9 പറയുന്നു: എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു, എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. ലൂക്കോസ് പറയുന്നത് പൗലോസിന്റെ കൂടെയുള്ളവർ ശബ്ദം കേട്ടു എങ്കിലും വെളിച്ചം കണ്ടില്ല എന്നാണ്. എന്നാൽ പൗലോസ് പറയുന്നത് തൻ്റെ കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും ശബ്ദമൊന്നും കേട്ടില്ല എന്നുമാണ്. 2 പേരുടെയും വിവരണങ്ങളിലുള്ള ഈ വൈരുദ്ധ്യത്തെ തള്ളിക്കളയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നാണ് മുസ്ലിം സഹോദരങ്ങൾ വാദിക്കുന്നത്. അവരുടെ ഈ വാദത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് നോക്കാം. പൗലോസിന്റെ കൂടെയുള്ളവർ വെളിച്ചം കണ്ടില്ല എന്ന് ലൂക്കോസ് പറഞ്ഞിട്ടില്ല. അത് മുസ്ലിം സഹോദരങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് പൗലോസിനോട് കൂടെയുണ്ടായിരുന്ന പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു എന്നാണ്. വെളിച്ചമല്ല അവർ കാണാതിരുന്നത്, മറിച്ച് ആ ശബ്ദമുണ്ടാക്കിയ വ്യക്തിയെയാണ്. അതായത് പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നവർ വെളിച്ചം കണ്ടു എന്ന കാര്യത്തിൽ 2 പേരും യോജിക്കുന്നു. ശബ്ദം കേട്ടുവോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമാണ് പ്രത്യക്ഷത്തിൽ തർക്കമുള്ളത്. കേട്ടു എന്നതിന് അവിടെ 2ഇടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അഗുവോ എന്നതാണ്. ഈ പദത്തിന് സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ നൽകുന്ന അർത്ഥം ഇവയാണ്: ടു ബി എൻഡോഡ് വിത്ത് ദ ഫാക്വാലിറ്റി ഓഫ് ഹിയറിംഗ്, നോട്ട് ഡെഫ്. 2, ടു ഹിയർ. 3, ടു ഹിയർ സംതിങ്. വെറുതെ എന്തെങ്കിലും കേൾക്കുക എന്നത് മാത്രമല്ല ആ പദത്തിന് അർത്ഥമുള്ളത്. ഒരു കാര്യം ശ്രദ്ധാപൂർവം കേട്ട് അർത്ഥം വ്യക്തമായി ഗ്രഹിക്കുക എന്നും ആ പദത്തിന് അർത്ഥമുണ്ട്. നമ്മുടെ മലയാള ഭാഷയിലും കേൾക്കുക എന്നതിന് അർത്ഥം ഗ്രഹിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഇവനോട് എത്ര പറഞ്ഞാലും ഇവനൊരക്ഷരം കേൾക്കില്ല എന്നൊരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയെക്കുറിച്ച് പറഞ്ഞാൽ അതിനർത്ഥം ആ വിദ്യാർത്ഥിക്ക് കാത് കേൾക്കുക ഇല്ല എന്നല്ലല്ലോ, മറിച്ച് കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അവൻ പ്രവർത്തിക്കില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്പമെങ്കിലും അറിവുള്ള ഏതൊരാൾക്കും പിടിയിട്ടും ഇവിടെ ലൂക്കോസും പൗലോസും അഗുവോ എന്ന പദത്തെ വ്യത്യസ്തമായ ഈ 2 വിധ അർത്ഥങ്ങളിലാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന്. എന്നോട് കൂടെയുള്ളവർ എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല എന്ന് പൗലോസ് പറഞ്ഞതിനർത്ഥം അവൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടർത്ഥം ഗ്രഹിക്കത്തക്ക നിലയിൽ അവരത് മനസ്സിലാക്കിയില്ല എന്നാണ്. എന്നാൽ ലൂക്കോസ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസിനോട് സംസാരിച്ചവന്റെ ശബ്ദം കൂടെയുള്ളവരുടെ ചെവികളിൽ എത്തി എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു പക്ഷേ ബഹുഭാഷാ പണ്ഡിതനായിരുന്ന പൗലോസിനോട് അവൻ അറിയാവുന്നതും എന്നാൽ കൂടെയുള്ളവർക്ക് അറിയാത്തതുമായ ഏതെങ്കിലും ഒരു ഭാഷയിലായിരിക്കാം യേശുക്രിസ്തു സംസാരിച്ചത് എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ കൂടെയുള്ളവർക്ക് ശബ്ദം കേൾക്കാമെന്നല്ലാതെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ഏതായാലും പൗലോസിന്റെ കൂടെയുള്ളവർ സംസാരിച്ചവന്റെ ശബ്ദം വ്യക്തമായി കേട്ടെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുകയുണ്ടായില്ല എന്നതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല.